നമസ്കാരം. നമസ്കാരം. വിഴിഞ്ഞം പോർട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് ഇന്നലെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതേതാണ്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അദാനിയുടെ പക്കൽ നിന്നും MSC എന്ന് പറഞ്ഞ ലോകത്തെ തന്നെ കൂറ്റൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപയ്ക്ക് അവർ അതിൻ്റെ ഓഹരികൾ കരസ്ഥമാക്കുന്നു എന്നുള്ളതാണ്. അദാനി ഇവിടെ മുടക്കിയതാവട്ടെ ഏതാണ്ട് 25,000 കോടി മാത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ 2,500 കോടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും 13,000 കോടിക്ക് അദാനി ഈ MSC എന്ന കമ്പനിക്ക് ഈ കമ്പനിയുടെ ഏതാണ്ട് 49% കരാർ അവർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് സർക്കാരിനെ അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു. ഇന്നലെ ദേശാഭിമാനി പറഞ്ഞത് ഈ 13,000 കോടി രൂപയുടെ കരാർ MSC പോലുള്ള ഒരു ഷിപ്പിംഗ് കോർപ്പറേഷന് അനുവദിക്കപ്പെട്ടത് കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും, ഇത് കഴിഞ്ഞ കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ദേശാഭിമാനിയിൽ അങ്ങനെയൊരു ലേഖനം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ പിണറായി വിജയനാകട്ടെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയോ അല്ലാതെയോ ഏതാണ്ട് 49% ഒറ്റ കമ്പനിക്ക് മാത്രം കൈമാറുന്നതിലൂടെ അത് കേരളത്തിലെ ഈ തുറമുഖത്തിലേക്ക് മറ്റുള്ള കമ്പനികൾ വരുന്നതിന് തടസ്സമാകും, തുറമുഖത്തിൻ്റെ വികസനത്തിന് അത് കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു പുരോഗമനം ഉണ്ടാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം, ഇതിനെ ഇടതുപക്ഷം അനുകൂലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന ഇറക്കി. പിണറായിയുടെ പ്രസ്താവന വന്നതിന് പുറമെ ഇന്ന് ദേശാഭിമാനി മലക്കം മറിഞ്ഞിരിക്കുന്നു. അങ്ങനെ 13,000 കോടി രൂപയ്ക്ക് അദാനിക്ക് ഈ കരാർ ഉറപ്പിച്ചതിൽ വലിയ ആശങ്കകളുണ്ട്, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഒരു പ്രസ്താവന നടത്തുക, പിന്നീട് ആ പ്രസ്താവന പിൻവലിക്കുക അല്ലെങ്കിൽ വെട്ടിലാവുക. ഇതാണ് കുറേ കാലങ്ങളായി CPM-നും CPM-ൻ്റെ മുഖപത്രവുമായ ദേശാഭിമാനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് സാർത്ഥകമാക്കിയതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ വലിയ പ്രയത്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം മാറി വന്ന പിണറായി വിജയൻ സർക്കാരും ആ കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം സാർത്ഥകമാക്കുമ്പോൾ സർക്കാരുകളുടെ തുടർച്ചയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിണറായി വിജയൻ സർക്കാരും അവരുടേതായിട്ടുള്ള ഭാഗം അതിൽ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കരാറ് വിഭജനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ സമ്മതപത്രം വാങ്ങിക്കാതെ ഇത്തരം ഒരു കരാർ ഉറപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ ഇന്നലെ പറഞ്ഞത്. അതുപ്രകാരം ഇന്നിപ്പോൾ വിഴിഞ്ഞം അദാനി ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയെയും ചീഫ് സെക്രട്ടറിയെയും എല്ലാം നേരിട്ട് കണ്ട് ഈ കരാർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മതപത്രത്തിന് വേണ്ടി ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. ദേശാഭിമാനി ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ്റെ നിലപാടുകൾ മൂലം. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? നമസ്കാരം പ്രതിവേട്ട. ഒരു കാര്യം അങ്ങ് പറയാം. ഈ CPM-ന് എല്ലാ കാലത്തും ചില മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യങ്ങളുടെ പുറകെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു പോയ അണികളും ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു 70കളിലും തൊട്ട് മുമ്പ് വരെ ടാറ്റ ബിർള ഡാൽമിയമാരെ പോറ്റി വളർത്തിയ കോൺഗ്രസ്. ടാറ്റ ബിർള തുടങ്ങിയ കുത്തക മുതലാളിമാരെ പോറ്റി വളർത്തുന്ന കോൺഗ്രസ് എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം, ആരോപണം. പക്ഷെ ഇന്ന് ഈ 10-20 വർഷം കഴിഞ്ഞ ശേഷം ടാറ്റ എവിടെ നിൽക്കുന്നു, ബിർള എവിടെ നിൽക്കുന്നു, കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, CPM എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം ടാറ്റയും ബിർളയും മാറി അതിനൊക്കെ പകരം അദാനി അംബാനിയൊക്കെ വന്നു. ഇപ്പോൾ പുതിയ മുദ്രാവാക്യം ആളുടെ പേര് മാറുന്നു മാത്രമേ ഉള്ളൂ, സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും അവിടെ അതേപടി നിലനിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ കാരണം മുദ്രാവാക്യത്തിൻ്റെ കുഴപ്പമല്ല, മുദ്രാവാക്യം ഏറ്റുവിളിച്ചവരുടെയും കുഴപ്പമല്ല, മറിച്ച് ഈ CPM-ൻ്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് ഇവരുടെ മുദ്രാവാക്യം ഏറ്റുവിളിച്ച പാവപ്പെട്ടവരുടെ കുഴപ്പമാണ്. ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലാണ് നടന്നത്. ഇപ്പോഴത്തെ KSRTC-യുടെ സർവീസുകൾ താറുമാറായി വണ്ടി പോലും ഓടിക്കാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥയിൽ തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുക്കാനായിട്ട് അദാനി വരുന്നു. ഉടനെ സമരം, ബഹളം, മുദ്രാവാക്യം. കാരണം കോർപ്പറേഷൻ്റെ ഒരു ബസ് പോലും 10 വണ്ടി പോലും നിരജീവ വഴി നടത്താത്ത പാർട്ടികൾ അദാനി ചിലപ്പോൾ പൊളിയുമായിരിക്കും, നടത്തുമായിരിക്കും, എയർപോർട്ട് ഏറ്റെടുക്കുന്നതിന് സമരത്തിന് വന്നു. അതുപോലെയായിരുന്നു വിഴിഞ്ഞം എതിർത്ത് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭരണം അടുത്ത് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പം പിണറായി വിജയൻ ഇത്
ഒരു സ്വർണ്ണഖനിയാണെന്ന് തിരിച്ചറിയുകയും, പിണറായി വിജയനായിരിക്കില്ല, മറ്റേ ബ്രിട്ടാസോ അല്ലെങ്കിൽ റിയാസോ അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും ആയിരിക്കും തിരിച്ചറിഞ്ഞത്. അത് മാക്സിമം മുതലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ മാക്സിമം മുതലാക്കാൻ തീരുമാനിക്കാൻ ഇവർ ആദ്യം ചെയ്തത് നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രിയുമായി സൗഹൃദം ഉണ്ടാക്കുകയാണ്. തുടർന്ന് ബാക്കി കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അദാനിയുടെ അഗ്രിമെൻ്റ് ആകുന്നു, തുറമുഖം സംഘടിപ്പിക്കുന്നു, സമരം വരുന്നതിനെ അടിച്ചമർത്താൻ നോക്കുന്നു. പിണറായി വിജയൻ അവിടെ നിന്ന് തുണി പറിച്ചിട്ട് ഓടേണ്ട അവസ്ഥ വരെ ഉണ്ടായി. എന്നിട്ടും ഈ പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി. കോൺഗ്രസിനും അതിനെ അനുകൂലിക്കേണ്ടി വന്ന അവസാനം കോൺഗ്രസ് ആദ്യകാലത്ത് തീർത്തു. പക്ഷേ ഇത് കാണിക്കുന്നത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് അദാനി നടത്തിയാലും അംബാനി നടത്തിയാലും ടാറ്റ നടത്തിയാലും പിണറായി വിജയൻ നടത്തിയാലും റിയാസ് നടത്തിയാലും കർത്താവ് നേരിട്ട് നടത്തിയാലും, ഞാൻ പറഞ്ഞ കരിമണൽ കർത്താവിനെ ഉദ്ദേശിച്ച് കർത്താവ് നേരിട്ട് നടത്തിയാലും തങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പല രാഷ്ട്രീയ നേതാക്കളും പ്രത്യേകിച്ചും CPM-ൻ്റെ നേതാക്കൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന അടിയന്തരമായത് ഇത് കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ആർക്ക് കൈമാറ്റം ചെയ്യാൻ? അതിന് വ്യവസ്ഥകളുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അത് VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ, സമ്മതപത്രമില്ലാതെ ഇങ്ങനൊരു കൈമാറ്റം നടക്കുകയില്ല. ആദ്യം പിണറായി വിജയൻ എതിർത്തു, CPM എതിർത്തു. പിന്നെ അവസാനം ഇപ്പോൾ പിണറായി വിജയനെ സമ്മതിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി മാത്രമേ അങ്ങനെ ഒരു കൈമാറ്റം നടക്കാൻ പറ്റൂ എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് പക്ഷം പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കൈവശം കിട്ടുന്ന അറിവുകൾ, നമ്മൾ കണ്ടെത്തുന്ന അറിവുകൾ വളരെ തുച്ഛമായിരിക്കും. സാർ, അവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. അതായത് ഈ ഷിപ്പിംഗ് കോർപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളൊക്കെ ചെയ്യപ്പെടുമ്പോൾ, ഓഹരി കൈമാറ്റങ്ങളൊക്കെ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് RBI, SEBI എന്നൊക്കെ പോലുള്ള ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ അവരുടെ അത്തരം സമ്മതപത്രം ആർജിച്ചിട്ടുണ്ട്. രണ്ടാമതാണ് സർക്കാരിൻ്റെ സമ്മതപത്രത്തിലേക്ക് കടക്കുന്ന ഒരു പ്രൊസീജിയർ വരുന്നുള്ളൂ. അത് നിയമപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയെയും കണ്ടുകൊണ്ട് അദാനി ഗ്രൂപ്പ് ഇത്തരം ഒരു സമ്മതപത്രത്തിനുള്ള നീക്കം നടത്തുന്നത് എന്നുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ നിയമപ്രകാരമല്ലാതെ അദാനി ഗ്രൂപ്പ് ഈ കാര്യത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ ഭാഗം പറയുന്നത്. VD സതീശനും പറഞ്ഞത് തന്നെയാണ്, സർക്കാരിൻ്റെ സമ്മതപത്രമില്ലാതെ ഇത്തരം കൈമാറ്റങ്ങൾ നടക്കില്ല എന്നാണ് പറഞ്ഞത്. അത് കൈമാറ്റം നടക്കില്ല എന്നല്ല അദ്ദേഹം സൂചിപ്പിച്ചത്. എന്തായാലും ലോകത്ത് തന്നെ വമ്പൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന MSC. അപ്പോൾ അവർക്ക് ഇത് കൈമാറുന്നതിലൂടെ വിഴിഞ്ഞം തുറമുഖത്തിന് ക്രമാനുഗതമായി വർഷം തോറും വലിയ മാറ്റങ്ങളുണ്ടാകും. വർഷം തോറും ആർജിക്കുന്ന വ്യവസായത്തിലൂടെ ആർജിക്കുന്ന വാണിജ്യപരമായ നേട്ടത്തിലൂടെ ആർജിക്കുന്ന തുകയുടെ 1% വീതം സർക്കാരിന് കൈമാറ്റം ചെയ്യപ്പെടും എന്നൊക്കെയാണ് ഈ കമ്പനി രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന നോംസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ കോടിക്കണക്കിന് രൂപയായിരിക്കും ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇനി വിനിമയം നടക്കാൻ പോകുന്നത്. ലോകത്തെ തന്നെ പ്രമുഖ പോർട്ടുകളിൽ ഒന്നായി തുറമുഖം മാറുന്നതോടുകൂടി ഇന്ത്യയുടെ കപ്പൽ വ്യവസായ രംഗത്തെ അല്ലെങ്കിൽ കപ്പൽ വാണിജ്യ രംഗത്തെ വലിയൊരു ഹബ്ബായി തന്നെ വിഴിഞ്ഞം മാറും എന്ന് തന്നെ പറയപ്പെടുന്നു. ഇവിടെ രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഇടങ്കോലുകളിട്ട് വരാൻ സാധ്യതയുള്ള വികസനത്തെയും അതുവഴി സർക്കാരിനും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ലഭ്യമാകാനിരിക്കുന്ന സൗഭാഗ്യത്തെയും ഇവരെല്ലാവരും കൂടി ഇല്ലാതാക്കിയാൽ മതി എന്നുള്ള ഒരു താല്പര്യമാണ് ഇപ്പോൾ പൊതുജനത്തിനും ഉള്ളത്. അല്ല, പൊതുജനങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ വരെ തടസ്സം പറഞ്ഞ് മാറ്റി വിട്ടിരുന്ന പല വ്യവസായങ്ങളും വളരെ നേരത്തെ തന്നെ കേരളത്തിൽ വരേണ്ടതായിരുന്നു. അതിനെ മെയിനായിട്ട് തടസ്സം തരുന്നത് CPM ആണ്. ആ തടസ്സം ഇന്ന് മാറ്റിക്കിട്ടിയാൽ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോകും. എന്താണ് തടസ്സം എന്ന് പറഞ്ഞ് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അദാനിയുടെ പങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അദാനിക്ക് വരാം, നാളെ അംബാനി വരാം, ലോകത്തെ ഏത് കമ്പനി വേണേൽ വരാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് CPM-ൻ്റെ ഇരട്ടത്താപ്പ് നിങ്ങൾ അറിയണമെങ്കിൽ, ഇപ്പോൾ അമേരിക്കൻ കമ്പനിയിൽ നിന്നൊരു കൊളാബറേഷനായിട്ടൊരു പരിപാടി വന്നാൽ, എന്തെങ്കിലും ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചാൽ ഇവിടെ കുത്തക എല്ലാം പറയും, വിദേശ കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തെന്ന് പറയും. മറിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയും നമ്മുടെ വ്യവസായം നശിപ്പിക്കുകയും ചെയ്താൽ ഇവന്മാർ ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മുടെ കുടിൽ വ്യവസായങ്ങൾ ഒത്തിരി നശിച്ചിട്ടുണ്ട്. ഇതാണ് CPM-ൻ്റെ ആശയപരമായ അടിത്തറ, അല്ലെങ്കിൽ CPM-ൻ്റെ അവസരവാദപരമായ ആശയം. അപ്പം ഇതിനെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ മുദ്രാവാക്യം വിളികളുടെ പുറകെ കേരള ജനത അധികം നാൾ പോവുകയില്ല. പിണറായി വിജയൻ ഇപ്പോൾ
എങ്ങനെ അദാനിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നോ അതുപോലെ ഈ സഖാക്കളും നാളെ ഓച്ചാനിച്ച് നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ തന്നെ ലോകത്തിൻ്റെ തന്നെ വലിയ തുറമുഖമായി മാറുന്നതോടുകൂടി കേരളത്തിൻ്റെ വികസന സാധ്യതകൾ അത് വലിയ രീതിയിലേക്ക് കേരളത്തെ തുണയ്ക്കും ഗുണകരമാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൂടെ തന്നെയായിരിക്കും ധനസമാഹരണമെല്ലാം പുതിയ സർക്കാർ കണ്ടെത്തുന്നത് എന്നും പറയപ്പെടുന്നു. എന്തായാലും തീർച്ചയായും അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടക്കട്ടെ. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നാടിന് ലഭിക്കാൻ സാധ്യതയുള്ള പുരോഗമനപരമായ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടക്കട്ടെ എന്ന് നമുക്കും കാത്തിരിക്കാം.